ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തലവൻ മൂവി കണ്ടിട്ട് ഞാൻ ഏകദേശം ഒരു 2-3 ഡേയ്സ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ ദിവസമായി പ്ലാൻ ചെയ്യും. നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയി, ചെയ്യാൻ പറ്റിയില്ല. കുറേ പേര് എന്നോട് പേഴ്സണലി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല മൂവിയാണ്, നേരിട്ട് കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ തലവൻ ജിസ് ജോയ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ ഒരു അല്ലു അർജുൻ്റെ സൗണ്ടാണ്. ഇതിലാള് മറ്റേ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പടം തുടങ്ങുന്ന സമയത്ത് ഡയലോഗ് നിങ്ങൾക്ക് അറിയാലോ. കട്ടവൻ ഋതിക് റോഷനിലെ എൻ്റെ റിംഗ് ടോണ് ഋതിക് റോഷൻ്റെ. അപ്പോൾ തലവൻ കണ്ടതിൽ വെച്ചൊരു നല്ല ത്രില്ലർ മൂവിയാണ് അടുത്ത കാലത്ത്. വേറെ ഒന്നല്ല, നമ്മൾ ഒരുപാട് ത്രില്ലർ മൂവികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ത്രില്ലർ മൂവികളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷന് പാർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ആരാണ്? അവരുടെ ലൈഫിൽ നടക്കുന്ന 2 കാര്യങ്ങളാണ്. പോലീസുകാരാണല്ലോ. അപ്പം അത് രസമായിട്ട് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സംഭവമാണ്. നമ്മൾ പല സിനിമകൾ കണ്ടെങ്കിൽ കൂടി പണ്ട് കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ ഒരു പടം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അത് ത്രില്ലർ മൂവി അല്ല, വേറെ ടൈപ്പ് മൂവി. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരുടെ ലൈഫിൽ നടക്കുന്ന 1-2 ഇൻസിഡൻസ് അതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ത്രില്ലർ സ്റ്റോറി. അതിന് ദീപക് ദേവിൻ്റെ ഉടക്കത്തെ ബീജിയാണ്, റേഷിലത് ബീജും, നല്ല ക്യാമറ വർക്ക്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പെർഫോമൻസുകൾ. ആസിഫ് അലി പോലീസായി കഴിഞ്ഞാൽ ആ വേഷം ഇട്ട് കഴിഞ്ഞാൽ പക്ക പോലീസുകാരനാണ്, ഗംഭീര പെർഫോമൻസ്. പിന്നെ ബിജുമേനെ നമുക്കറിയാം, പടം ഇന്റർവെല് വരെ ഒരു നമുക്ക് അയ്യപ്പനും കോശി ഒക്കെ പോലെ ഈഗോ ക്ലാഷ് ഒക്കെ ആയിട്ട് 3 മൂവിയാണ്. പക്ഷെ അതില് അതങ്ങനെ ബോറടിക്കാത്ത രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പലരും പറഞ്ഞു ഭയങ്കര ബോറടിയാന്ന് ഇന്റർവ്യൂ, പക്ഷെ ഒരു ബോറടി ഇല്ല കേട്ടോ, നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂവിന് ശേഷം ഫോട്ടോ ഇങ്ങനെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ലൈവ് എന്ന് പറഞ്ഞാണല്ലോ, അപ്ഡേറ്റ് ലൈവ്. പിന്നെ കുറെ കണക്ഷൻ വിട്ട് പോകണമെങ്കിൽ കൂടി സംഭവം എത്തിക്കുന്നുണ്ട്. അടിപൊളി നൈസ് ത്രില്ലറാണ്. അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഡിഫറെന്റ് ത്രില്ലറാണ്. നമുക്ക് ഒരുപാട് ത്രില്ലർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കൗട്ടായി. ഞാൻ കാണുന്നത് ഇവിടുന്ന് കാഞ്ഞാണി സിംലയെന്നാണ് ഞാൻ കാണുന്നത്. നല്ല തിയേറ്റർ ആയിരുന്നു, കുഴപ്പമില്ല തിയേറ്റർ, വലിയ സംഭവം ഒന്നല്ല. ബ്രഹ്മംകുളമാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ തിയേറ്റർ ആണെന്ന് വന്ന് അവിടെ ടെർബോ കളിക്കുന്നു. ടെർബോയ്ക്കും ഇതിനൊക്കെ ഏകദേശം ഒരേ ആളുള്ളൂ കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. പലരും തള്ളി മറിക്കുന്നുണ്ട്. ടെർബോ ആനയാണ്. തിങ്കളാഴ്ച എന്നുള്ള ബുക്കിംഗ് നോക്കി നമുക്ക് അറിയാൻ പറ്റും. സിനിമ വിഷയം വിട്ടുപോണ്ട അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മന്ദാനി ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ വീഡിയോ ചെയ്തിരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ത്രില്ലർ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല പെർഫോമൻസുകൾ. പിന്നെ അനുശ്രീ, മിയ, കോട്ടയം നസീർ, എല്ലാവരും നല്ല പെർഫോമൻസാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ക്യാരക്ടേഴ്സ്, ജാഫർ ഇടുക്കി, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല പെർഫോം. ആളുടെ പേര് എനിക്ക് ജസ്റ്റ് മിസ്സായി. ആളുടെ പേരെന്ന് നോക്കട്ടെ. എൻഗേജിങ് ആണ് പടം, അതാണ് നമുക്ക് വേണ്ടത്. ത്രില്ലർ മൂവീസ് കാണുന്ന സമയത്ത് എൻഗേജിങ് ആവണം. അത് അവിടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. അനുശ്രീ, ബിജുമേനോ, മിയ ജോർജ്, ശങ്കർ രാമകൃഷ്ണൻ, സോറി ദിലീഷ് പോത്തനെ വിട്ടുപോയി. ശങ്കർ രാമകൃഷ്ണൻ നൈസാണ്. പോലീസുകാരെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ്, അവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ കണക്റ്റ് ആയിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഡിഫറെൻറ്റ് ജോണറിലാണ് ഈ സംഭവം മേക്ക് ചെയ്തത്. ജിസ് ജോയ് സംഭവം ഒരു ഫീൽ ഗുഡ് വിട്ടിട്ട് എടുത്തൊരു സംഭവം ആയതുകൊണ്ട് കുറച്ച് ടെൻഷനായിരുന്നു പടം കാണാൻ. പക്ഷെ തകർത്തു. ഇയാൾ വേറെ ലെവലാണ് ജിസ് ജോയ്. അപ്പോൾ തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട മൂവിയാണ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ ഈ പടം കാണാതെ പോരുത് തിയേറ്ററിൽ. മന്ദാകിനി ആയിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പടങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഈ പടം തോന്നിയ കണ്ടിറങ്ങിയ സമയത്തൊക്കെ പോലീസുകാരൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത് ഇവർക്കൊക്കെ എത്രമാത്രം പോലീസുകാർ, സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നു. അവർ തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധി കാണിക്കുന്ന പല കാര്യങ്ങൾ ഈ പടത്തിൽ കാണിക്കണം. അപ്പോൾ ഇവരൊക്കെ പല ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് കുട്ടിയേഷൻ എത്ര ആൾക്കാർ ഇവർ ശത്രുക്കളായിട്ടുണ്ടാവും. ചിന്തിച്ചു പോയി ഇവരൊക്കെ ലൈഫ് എങ്ങനെയാണെന്ന്. ജെനുവിൻ പോലീസുകാർ ഒരുപാടുണ്ടല്ലോ. എന്തായാലും ഒരു ചെറിയ പേഴ്സണെ കുറിച്ച് ബാക്കി എല്ലാവരും ജെനുവിനാണ്, പ്രത്യേകിച്ച് കേരള പോലീസ്. അപ്പൊ അതൊരു വല്ലാത്തൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവർക്കൊക്കെ എത്ര ഭീഷണികളുണ്ടാവും, ഭീഷണികളുണ്ടാവും. അവർക്കൊക്കെ ലൈഫ് എത്ര സെക്യൂരിറ്റി ഉള്ള അവരുടെ ഫാമിലി കാര്യങ്ങള്. ഇവിടെ ഈ ഫിലിമില് ഫാമിലിക്ക് സംഭവിക്കുന്ന ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. ഒരു പ്രതികാര ബുദ്ധിയിൽ കാണിക്കുന്ന വൈഫിനെ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അതൊക്കെ ഞാൻ പോകുന്നില്ല, കൂടുതലായിട്ട് സ്പോയിലർ ആവും. എനിവേ, 1 ടൈം വാച്ചബിൾ മൂവി ഇൻ തിയേറ്റർ, യാതൊരു സംശയമില്ല. നമ്മൾ ഒരുപാട് ത്രില്ലർ മൂവീസ് കണ്ടിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. വലിയ സംഭവം എന്ന് വെച്ചാൽ അങ്ങേറ്റം വലിയ സംഭവം എന്നല്ല, പക്ഷെ മസ്റ്റ് വാച്ച് ആണ്. അടിപൊളിയാണ് പോലീസ്. നിങ്ങൾ തിയേറ്ററിൽ കാണ്. പിന്നെ ദീപക് ദേവിൻ്റെ
BGM എടുത്തു പറയേണ്ട സംഭവമാണ്. അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. രക്ഷയില്ല. പിന്നെ ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇതിലൊരു പോലീസുകാരൻ്റെ ശിവരാജ്, ആളെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. ആളുടെ ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ചേട്ടനുണ്ട്. ഒക്കെ പൊളിയാണ്. പോലീസുകാർ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ. പിന്നെ അസീഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഈ യൂണിഫോം ഇട്ട് അറിയാം. ബിജുമേനായാലും നമ്മളുടെ വൈബ്, നമ്മൾ അന്യാകരിക്കുമ്പോഴത്തിലെ കണ്ടിട്ടുള്ള കെമിസ്ട്രിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്റർവെൽ വരെ റീഗൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം ഒരു ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് സീനുകളൊക്കെ വർക്കൗട്ട് ആവുന്ന സീനുകളൊക്കെ ഉണ്ട്. നല്ല ലെവൽ സാധനമാണ്. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. പോയി കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പോലീസ് അല്ലേ, മൂവി അല്ലേ, ത്രില്ലർ ഗണത്തിൽ പെടുന്ന മൂവി നമ്മുടെ മലയാളികൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ.